നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർ തടഞ്ഞു നിർത്തി യൂട്യൂബർ ഷാജൻ സ്കറിയയെ മർദ്ദിച്ച കേസിൽ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ നിന്ന് പിടികൂടിയിരുന്നു. ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹി മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവരെയാണ് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ഒരു പ്രതി കൂടിയുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനായി തൊടുപുഴയിലെത്തിയ ഷാജനെ കറുത്ത ജീപ്പിലെത്തി 5 പേർ മങ്ങാട്ട് കവലയിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിൽ ജീപ്പ് കൊണ്ടിടിച്ചു. വാഹനം നിർത്തിയപ്പോൾ വാതിൽ തുറന്ന് മൂക്കിലും നെഞ്ചിലും ഒക്കെ ഇടിക്കുകയായിരുന്നു. പോലീസ് അന്ന് തന്നെ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികൾ മറ്റൊരു കാറിലാണ് ബംഗളൂരിലേക്ക് പോയത്. ഇതിൽ ഒരാൾ ഇടയ്ക്ക് ഫോൺ ഓണാക്കിയതോടെ പ്രതികൾ എവിടെയുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. CI S മകേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബംഗളൂരിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് സംഘം പ്രതികളുമായി തൊടുപുഴയിലേക്ക് തിരിച്ചിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തൊടുപുഴ DYSP PK സാബു അറിയിച്ചിരുന്നു. പ്രതികളെത്തിയ കറുത്ത ജീപ്പും കണ്ടെത്തേണ്ടത് നിർണായകമാണ്. മാത്യൂസ് കൊല്ലപ്പള്ളിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വ്യാജ വാർത്ത നൽകിയെന്ന് ആരോപിച്ചാണ് ഷാജനെ പ്രതികൾ മർദ്ദിച്ചത് എന്നാണ് വിവരം. പരിക്കേറ്റ ഷാജൻ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് തന്റെ സംശയമെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വന്നത്, അവരുടെ ലക്ഷ്യം അതുതന്നെയായിരുന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിനിടയിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെയുള്ള നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം 5 പേർക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാറിൽ നിന്ന് വലിച്ചിറക്കി ശരീരത്തിലും മുഖത്തും ഇടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് FIR. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മർദ്ദനമെന്നും FIR-ലുണ്ട്. FIR-ന്റെ പകർപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. നഗരത്തിലെ മങ്ങാട്ട് കവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്, ഈ ഒരു ആക്രമണമൊക്കെ ഉണ്ടായത്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നീക്കങ്ങൾ സൈബർ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ആക്രമണശേഷം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളി. മാത്രമല്ല, അതിവേഗം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. ഇതനുസരിച്ച് കേരള പോലീസിന്റെ പ്രത്യേക ടീം നിരീക്ഷണം നടത്തി. മുങ്ങിയ ക്രിമിനലുകൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇൻസ്റ്റയിൽ മറ്റു സ്റ്റോറികൾ ഇവർ ഇട്ടു എന്നതും ശ്രദ്ധേയം.